നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി ഇരട്ടച്ചങ്കനല്ല ഓട്ടച്ചങ്കനെന്ന് പോലീസുകാരൻ തെളിയിച്ചു. മാധ്യമങ്ങൾക്ക് മുൻപിൽ ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയ പോലീസുകാരൻ ആഭ്യന്തര വകുപ്പിനെ തീച്ചൂളയിൽ നിർത്തി. മാധ്യമ വാർത്തകളിൽ കലിയിളകിയ മുഖ്യമന്ത്രി പോലീസുകാരന്റെ കസേര തെറിപ്പിച്ചു. സ്വന്തം പിടിപ്പുകേടിന് മറ്റുള്ളവന്റെ മെക്കിട്ട് കയറിയിട്ട് എന്ത് കാര്യം വിജയ? ആ പാവപ്പെട്ട പോലീസുകാരനെ പുറത്താക്കി ഊച്ചാളിത്തരം കാണിക്കാതെ സ്വയം രാജിവെച്ച് പോകേണ്ടത് നിങ്ങളാണെന്ന് മലയാളി കമന്റിട്ട് ആഘോഷിക്കുന്നു. ഗോവിന്ദച്ചാമി വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആയിരുന്നു അബ്ദുൾ സത്താർ. താൻ ഉൾപ്പെടെ പോലീസുകാർക്ക് നേരെ ഗോവിന്ദച്ചാമി നിരവധി തവണ ഭീഷണി ഉയർത്തിയിട്ടുണ്ടെന്നും ജയിൽ ചാടുമെന്നും നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു സത്താർ വെളിപ്പെടുത്തിയത്. നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ ആയിരുന്നു അദ്ദേഹം. ആഭ്യന്തര വകുപ്പിനെ ആകെ നാണക്കേടുണ്ടാക്കിയെന്നാരോപിച്ചാണ് സസ്പെൻഷൻ അടിച്ചുകൊടുത്തത്. വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും മറ്റ് ജീവനക്കാരുടെ മനോവീര്യം തകർക്കുകയും ചെയ്തു എന്നാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്നായിരുന്നു സത്താറിന്റെ പ്രതികരണം. ജയിൽ ചാടിയാൽ ഉദ്യോഗസ്ഥന്റെ വീട്ടിലെത്തി അയാളെ കെട്ടിയിട്ട് വീട്ടുകാരെ ക്രൂരമായി ബലാത്കാരം ചെയ്യുമെന്ന് പറഞ്ഞതായും ഓഫീസർ വെളിപ്പെടുത്തിയിരുന്നു. കോയമ്പത്തൂരിൽ ചില ശ്മശാനങ്ങളിൽ മോഷണ സ്വർണം ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഗോവിന്ദച്ചാമിയുടെ കേസ് കൈകാര്യം ചെയ്യുന്നതായി തടവുകാർ പറഞ്ഞിട്ടുണ്ടെന്നും ജയിലിൽ അറിയിച്ചിട്ടുണ്ട്. ജയിലിൽ വരുന്നതിനു മുൻപ് പല സ്ത്രീകളെയും ഉപദ്രവിച്ചിരുന്നുവെന്നും ഗോവിന്ദച്ചാമിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ ആരാച്ചാർ ഇല്ലെങ്കിൽ താൻ ആരാച്ചാരാകാൻ തയ്യാറാണ് എന്നുമായിരുന്നു അബ്ദുൾ സത്താർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. അബ്ദുൾ സത്താറിന്റെ ഈ പ്രതികരണവും കൂടി പുറത്തേക്ക് വന്നതോടെ അടപടലം നാറി നാണം കെട്ടു പോലീസ് ഒന്നാകെ. ആഭ്യന്തര വകുപ്പിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഇതോടെയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത നടപടി വലിയ വിവാദമായിരിക്കുകയാണ്. കണ്ണൂർ ജയിലിൽ നടക്കുന്ന സകലമാന തോന്നിവാസവും പോലീസുകാരന്റെ വെളിപ്പെടുത്തലോടെ പുറത്തു വന്നു. അതിന്റെ കലിപ്പാണ് പിണറായിക്ക്. 9 കൊല്ലം കൊണ്ട് ആഭ്യന്തരമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. എന്ത് മാറ്റം കൊണ്ടുവരാൻ പിണറായിക്ക് കഴിഞ്ഞു? പോലീസുകാരുടെ അഴിഞ്ഞാട്ടമാണ് സേനയിൽ. അതിനിടയിൽ സത്യസന്ധരായ കുറച്ച് പോലീസുകാരുടെ മനോവീര്യം കെടുത്തുന്ന നടപടിയാണ് ആഭ്യന്തരമന്ത്രി കാണിക്കുന്നതെന്ന് വിമർശനം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞു. ഗോവിന്ദച്ചാമി എന്ന ക്രിമിനൽ ചാടിയതോടെ അദ്ദേഹം പേടിച്ചവധിയെടുത്ത് തൻ്റെ വീട്ടിലേക്ക് എത്തിയെന്നാണ് പറഞ്ഞത്. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനുള്ള പാച്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 40 വണ്ടി പോലീസിന്റെ ഇടയിലൂടെ നടക്കുന്നവർക്ക് സാധാരണക്കാരന്റെ ദുരിതം അറിയില്ല. ഒരു സാധാ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആ ക്രിമിനലിനെ പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ പല ദുരന്തവും കേരളം കാണേണ്ടി വന്നേനെ. ആ പേടിയിലും വേവലാതിയിലുമാണ് അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. അതിന് കാരണം ഇനി ഒരു തവണ കൂടി ഗോവിന്ദച്ചാമി ജയിൽ ചാടരുത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യം. കാരണം തൻ്റെ കുടുംബം അത് അദ്ദേഹത്തിന് അത്രത്തോളം വലുതാണ്. ഗോവിന്ദച്ചാമി ഇനി ഒരിക്കൽ കൂടി ജയിൽ ചാടിയാൽ സംഭവിക്കുന്നത് വലിയ ദുരന്തം തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് പഴുതടച്ച സുരക്ഷ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ സേനയെ നാണം കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത്. കണ്ണൂർ ജയിൽ ക്രിമിനലുകളാണ് അടക്കി ഭരിക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? അവിടെ ജയിൽ അധികൃതർക്ക് വലിയ റോളില്ല. ക്രിമിനലുകളുടെ തട്ടകമാണ്. CPMന് വേണ്ടപ്പെട്ട കൊടും ക്രിമിനലുകളുടെ കോട്ട. ജയിലിനകത്ത് സംഭവിക്കുന്നതെല്ലാം പോലീസുകാരൻ്റെ വെളിപ്പെടുത്തലോടെ ചൂടൻ ചർച്ചയാകുന്നത് ആഭ്യന്തര മന്ത്രിയെ ചൊടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കേരള പോലീസ് എയറിലാകുകയും ചെയ്തു. പോലീസും പൊതുസമൂഹവും കാട്ടിയ ജാഗ്രതയാണ് ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ സഹായിച്ചത്. ഇരുവിഭാഗങ്ങളും പുലർത്തിയ ജാഗ്രതയുടെ 100% പോലും പക്ഷേ ജയിൽ വകുപ്പ് കാണിച്ചില്ല. ജയിൽ വകുപ്പിൻ്റെ സമ്പൂർണ്ണ പരാജയം തന്നെയാണ് ഗോവിന്ദച്ചാമി ചാടിയത്. നാണക്കേട് തന്നെയാണ് ഈ സംഭവം. സ്ഥിരം വിവാദങ്ങളിലുള്ള ഇടമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ജയിലിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പലപ്പോഴും നിസ്സഹായരാണ്. ജയിലിലെ എല്ലാ സെല്ലുകളും പരിശോധിക്കാൻ പലർക്കും ഭയമാണ്. ഒട്ടേറെ പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ ജയിലിൽ പരിശോധന നടത്താൻ ഒരിക്കൽ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അതിന് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നായിരുന്നു പിന്നീട് പറഞ്ഞത്. ഒട്ടേറെ പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ ജയിലിൽ പരിശോധന നടത്താൻ ഒരിക്കൽ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അതിനൊട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നായിരുന്നു ജയിൽ അധികാരികൾ തന്നെ പറഞ്ഞത്.
ഒടുവിൽ പരിശോധന നടത്താൻ സർക്കാരിന് ഉത്തരവിറക്കേണ്ടി വന്നു. ജയിലിലെ സ്വാഭാവികമായ ഒരു നടപടിക്രമത്തിന് സർക്കാരിന് ഉത്തരവിറക്കേണ്ട ഗതികേട് ഒന്ന് ഓർത്തു നോക്കുക. ജയിലിനുള്ളിലെ അന്തേവാസികൾ യഥേഷ്ടം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. ലഹരി പദാർത്ഥങ്ങളും സുലഭമായി അകത്തേക്കെത്തുന്നു. ഏതൊക്കെ സെല്ലുകളിൽ പരിശോധന ഒഴിവാക്കണമെന്ന കാര്യം രാഷ്ട്രീയ ബന്ധങ്ങളുള്ള അന്തേവാസികളാണ് തീരുമാനിക്കുന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടി 3 ദിവസം പിന്നിട്ടിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുഴുവൻ ബ്ലോക്കുകളിലും അധികൃതർ സമഗ്ര പരിശോധന നടത്തിയിട്ടില്ല. ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന 10ാം ബ്ലോക്കിൽ മാത്രമാണ് പരിശോധന നടത്തിയത്. മറ്റു ബ്ലോക്കുകളിൽ തടവുകാരോട് ചോദിച്ചിട്ട് മതി പരിശോധന എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. അതായത് ക്രിമിനലുകളോട് ചോദിക്കാം, ഇവിടെ ഞങ്ങളൊന്ന് പരിശോധിച്ചോട്ടെ എന്നിട്ട് മതിയെന്ന്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ സ്വന്തക്കാരെ സംരക്ഷിക്കാനും മറ്റു ചിലരെ ബലിയാടാക്കാനും നീക്കം നടക്കുന്നതായിട്ട് വിവരമുണ്ട്. CCTVയുടെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ് സസ്പെൻഷനിലായവരിൽ ഒരാൾ. സംഭവ ദിവസം രാത്രി ആശുപത്രി ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിനാലാണ് CCTV മേൽനോട്ടത്തിന് ഇദ്ദേഹം ഇല്ലാതിരുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ നിരീക്ഷിക്കേണ്ട ഇൻസൈഡ് ഗാർഡ് ഓഫീസർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് 2 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരാണ്. ഇതിലൊരാളെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ CPM തടവുകാർക്കായുള്ള രഹസ്യ അടുക്കളകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ CPM തടവുകാർ കൂടുതലുള്ള 2-4 ബ്ലോക്കുകളിൽ വാട്ടർ ടാങ്കുകളുടെ അടിയിലാണ് അടുക്കളകൾ. മാംസഭക്ഷണം കഴിക്കാത്ത 150ഓളം തടവുകാരുണ്ടെങ്കിലും മുഴുവൻ ആളുകളുടെയും പേരിൽ ഇറച്ചി വാങ്ങുകയും അധികം വരുന്നത് CPM തടവുകാർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതും പുറത്തുനിന്നെത്തിക്കുന്ന ഇറച്ചിയും മറ്റും CPM തടവുകാർ പാചകം ചെയ്യുന്നതും ജയിലിൽ ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കുന്നതും രഹസ്യ അടുക്കളകളിലെ വിറകടുപ്പിലാണ്. വർഷങ്ങൾക്ക് മുൻപ് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ നീക്കം ചെയ്ത അനധികൃത അടുക്കളകൾ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളുടെ പോസ്റ്ററുകളും ജയിലിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. ഇത്തരം പോസ്റ്ററുകളുടെ മറയിലാണ് പല തടവുകാരും മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കുന്നത്. സെല്ലിൽ കൊതുകുവലയ്ക്ക് മീതെ മുണ്ട് വിരിച്ച ശേഷം അതിനകത്തിരുന്നാണ് ചിലർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. ജീവനക്കാർക്കും തടവുകാർക്കും വെവ്വേറെ CPM ഫ്രാക്ഷൻ ജയിലിലുണ്ട്. കണ്ണൂരിൽ ഒരു CPM തടവുകാരൻ്റെ വീടിൻ്റെ പാലുകാച്ചലിന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പങ്കെടുത്തിരുന്നു. വനിതാ നേതാവിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ നിന്നാണ് ഈ വിവരം പുറത്തായത്. തുടർന്ന് ഇയാൾക്ക് മെമ്മോ നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്, അനധികൃതമായ പല കാര്യങ്ങളുമാണ് കണ്ണൂർ ജയിലിൽ നടക്കുന്നത്. പോലീസുകാരൻ്റെ വെളിപ്പെടുത്തലോടെ ഇതിൽ പലതും പുറത്തേക്ക് വന്നു. ഇതൊക്കെ പുറത്തേക്ക് വന്ന വേവലാതിയിലാണ് ആഭ്യന്തരമന്ത്രി ആ പോലീസുകാരന് സസ്പെൻഷൻ കൊടുത്തത്. ഇത്രത്തോളം വലിയ ഊച്ചാളിത്തരം വേറെ കാണില്ല. ഇരട്ടച്ചങ്കനാണ്. പക്ഷേ കണ്ണൂരിൽ ജയിലിലെ CPMകാർ ഒന്ന് വിരൽ ഞൊടിച്ചാൽ പിണറായി അവിടെ നിൽക്കും. കാരണം ഇവരെയൊക്കെ പൊള്ളിക്കുന്ന പലതും അവന്മാരുടെ നാവിൻ തുമ്പിലുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.